സിക്ക് ലീവിൻ്റെ 3-ാം ദിവസം രാവിലെ പോസിറ്റീവ് വൈബ് പിടിക്കാൻ വേണ്ടി മുടി പിന്നി കെട്ടിയതാണ് കേട്ടോ. അതായിരുന്നു ഏറ്റവും വലിയ നെഗറ്റീവ് ആയതെന്ന് പിന്നെ മനസ്സിലായി. എലിവാലിനേക്കാളും കഷ്ടമായിട്ടാണ് എൻ്റെ മുടി കിടക്കുന്നതെന്ന് കണ്ടപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് ഒരു വല്ലാത്ത സങ്കടം തോന്നി കേട്ടോ. പിന്നെ അത് ആ സങ്കടത്തിനെയൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണൊക്കെ തോണ്ടിയിരുന്നു. ഫോൺ തോണ്ടിയാണ് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ 3/4 സമയവും കളയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ കുറച്ച് കോൺഫ്ലേക്സ് ഒക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് എന്ത് കഴിക്കും എന്നുള്ള ചിന്തയായിരുന്നു ആ ഫോൺ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ മൊത്തം. അവസാനം കോൺഫ്ലേക്സും കോഫിയും എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ എത്തി. അപ്പോൾ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കിനും നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഒരു സിക്ക് ലീവിൻ്റെ ജേർണി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മഴയാണ്, ഒരു ദിവസം വെയിൽ, അങ്ങനെയായിരുന്നു. അങ്ങനെ ആ ഒരു കോൺഫ്ലേക്സ് ഒക്കെ കഴിച്ചപ്പോൾ എനിക്കിത് ഈ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എന്നെ കാണുമ്പോൾ ഒരു അടി കൊടുക്കാൻ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം എന്തോ വലിയ മാരക രോഗിയെ പോലെയോ അല്ലെങ്കിൽ എന്തോ വലിയൊരു ഇത് സംഭവിച്ച പോലെയൊക്കെയുള്ളൊരു മുഖഭാവവും പെരുമാറ്റമൊക്കെയാണ് എൻ്റെതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൗസ് ഓണർ എന്നോട് വന്നിട്ട് പറഞ്ഞു, വാ നമുക്കൊന്ന് പുറത്ത് പോകാം, ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു സിക്ക് ലീവൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന് കൈ വയ്യാത്തതുകൊണ്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല, ഞാൻ ഫുഡൊന്നും കഴിക്കുന്ന പുള്ളിക്കാർ കാണുന്നില്ലെന്നാണ് പുള്ളിക്കാരുടെ പരാതി. തീറ്റ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. അങ്ങനെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. ലഞ്ച് ഞാനൊരു വെറൈറ്റി സംഭവമാണ് കണ്ടുപിടിച്ചല്ല കഴിച്ചത്. അത് കഴിഞ്ഞൊന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കിന് രാത്രിയായി. പിന്നെ ഞാൻ പോയി ഡിന്നർ കഴിച്ചു. ഡിന്നറൊക്കെ കഴിച്ചിട്ട് കയറി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോയിലോട്ടൊക്കെ നോക്കി കുറേ നേരം ഇങ്ങനെ ഇരുന്നു. അതൊരു ശീലമാണിപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അങ്ങനെ 3-ാമത്തെ ദിവസവും കടന്നുപോയി.